കുറ്റ്യാടിയിൽ വലിയൊരു അഴിഞ്ഞാട്ടം നടക്കുകയാണ്. അത് CPM-ഉം പോലീസും ഒത്തുചേർന്ന് കൊണ്ടുള്ള വലിയൊരു കലാപത്തിനുള്ള ശ്രമം നടത്തുന്നു കുറ്റ്യാടിയിൽ. അതായപ്പോഴുള്ള സാഹചര്യം കഴിഞ്ഞ 7-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകരെ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുകയും തലയടിച്ച് പൊട്ടിക്കുകയും അങ്ങനെ 308 ഇട്ട് കേസെടുക്കുകയും ചെയ്തു പോലീസ്. ചാനിയംകടവിൽ, കുറ്റ്യാടി ചാനിയംകടവിൽ. അന്ന് ഞങ്ങളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടു. ഏകപക്ഷീയമായി CPM ആണ് ഇത് ചെയ്തത് എന്ന് പോലീസിന് ബോധ്യമായി. ഞങ്ങളുടെ ഫ്ലക്സ് ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പരാതി കൊടുത്തു എന്നല്ലാതെ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടായില്ല. അതേ അവസരത്തിൽ വീണ്ടും ഞങ്ങൾ ഫ്ലക്സ് വെച്ചപ്പോൾ അത് വീണ്ടും നശിപ്പിക്കുന്ന ഇത് വീണ്ടും ഫ്ലക്സ് വെക്കാൻ പോയപ്പോഴാണ് മാരകമായി ഇരുമ്പ് വടി ഇതൊക്കെ എടുത്ത് വന്ന് തലക്കടിച്ച് തല പൊട്ടി സ്റ്റിച്ചുണ്ടായി പരിക്ക് പറ്റി ആശുപത്രിയിൽ 2-3 ദിവസം ഈ കുട്ടികൾ കിടക്കേണ്ടി വന്നു. അന്ന് ഞങ്ങൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞു കൃത്യമായി നടപടിയെടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനിൽ ഇത് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥ ഇല്ല. 307 ഉണ്ട്, ഒപ്പം റോബറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. പക്ഷെ സംഭവിച്ചെന്താ, പിറ്റേ ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ ഇവരെ പ്രതികളെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ബെയിൽ കൊടുത്ത് വിട്ടു. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചെറിയ കച്ചപിച്ച അവിടെ നടന്നു. കാര്യമായ ഒരു കുഴപ്പമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് പിന്നീട് കാണുന്ന സംഭവം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ക്രിമിനൽ സംഘം വന്ന് യൂസഫ് അവിടെ പയ്യോളിയിൽ ജ്വല്ലറി വ്യാപാരം നടത്തുന്ന യൂസഫിനെ ഇവര് മാരകമായി അടിച്ച് കൈയും കാലും വെട്ടി പരിക്കേൽപ്പിച്ചു. ഫ്രാക്ചർ ഉണ്ടായി. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, കാലിന് ഫ്രാക്ചർ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പിന്നീട് മൈത്ര ഹോസ്പിറ്റലായിരുന്നു പിന്നെ 3-4 ദിവസമായിട്ടുള്ളത്. അവന്റെ പോക്കറ്റിൽ നിന്ന് യൂസഫ് ജ്വല്ലറി ബിസിനസ് 43 ഗ്രാം സ്വർണം അത് കൊടുക്കേണ്ട ഇവന് ഒരു ഓർഡറാണ്. അതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ട് ഇന്ന വീട്ടിലെ ഇന്ന ആൾക്ക് കൊടുക്കേണ്ടതാണ് ഈ സ്വർണം. 43 ഗ്രാം സ്വർണവും ഒപ്പം ഒരു ഐഫോണും ഈ ഇവന്റെ പോക്കറ്റിൽ നിന്ന് നേരിട്ട് എടുക്കുന്നത് യൂസഫ് കാണുകയാണ്. യൂസഫ് പറയുന്നുണ്ട് പ്രതിയോട്, യൂസഫിനെ അറിയുന്ന ആളാണ്, പേര് വിളിച്ച് പറയുന്നുണ്ട്, യൂസഫ് ഇതാ എന്റെ സ്വർണവും എന്റെ ഫോണും നിങ്ങളാണ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത്. അത് വെറുതെ നിങ്ങൾ കൊണ്ടുപോകരുത്, എനിക്ക് തിരിച്ചു തരണം. ഞാനത് കാണുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പലതവണ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസ് ഇവരെ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പോലീസ്. ഒരു പ്രസവിച്ച് 4 ദിവസം മാത്രമായ ഒരു സ്ത്രീ, ഒരു 10-23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും ആ വീട്ടിലാകെ 4 സ്ത്രീകൾ അവരുടെ ഉമ്മയും ബന്ധുക്കളുമായി 4 സ്ത്രീ, പുരുഷന്മാരില്ലാത്ത വീട്. ആ വീട്ടിൽ സാദിഖ് എന്ന് പറയുന്ന ഒരു പ്രതി ഉണ്ട് എന്നാ പോലീസ്, അത് CPM കൊടുത്ത പ്രതിപട്ടികയിലെ പ്രതിയാണ് സിദ്ദീഖ്. അവിടെ രാത്രി 11:30 മണി വരെ ആ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നു. അത് ഈ സ്ത്രീ പറയുന്നുണ്ട് പോലീസിനോട്, ഇവിടെ ഞാനാണ് നിരന്തരം ഫോണ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഉറക്കത്ത് വിളിച്ചെഴുന്നേൽപ്പിച്ച് നിരന്തരമായി ഫോൺ വരുന്നു അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇയാൾ ഈ വിവരം അറിയുന്നത്. പുറത്തു പോകുന്നതൊക്കെ 11:30 മണിക്ക് ശേഷം. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടും ആ സിദ്ദീഖിന്റെ വീട്ടിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അവിടെ കയറി 10-20ഓളം വരുന്ന ഒരു വലിയ സംഘം, പോലീസ് സംഘം അവിടെ വന്ന് കയറി 2 ദിവസമായി. മിനിയാന്ന് വന്നപ്പോൾ ഞാനിവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ SP ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു, സ്ത്രീകൾ മാത്രമുള്ള വീടാണ്, 4 ദിവസമായിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ട് ചെറിയ കുട്ടിയുണ്ട്, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ 3 തവണ പോയി. ഇന്നലെ രാത്രി 11 മണിക്ക് അവിടെ പോയി അതിഭീകരമായ അന്തരീക്ഷം പോലീസ് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, പോലീസിനോട് ബന്ധപ്പെട്ടവർ ചോദിച്ചപ്പോ ഏതാ ഒരു SI ഉണ്ട് ഇവിടെ, SI ധരിക്കുന്നത് ലോകം ഭരിക്കും അവനാ, കാണിച്ചു കൊടുക്കാൻ UDF-ന്റെ പ്രവർത്തകന്മാർക്ക് അറിയാനിട്ടല്ല, കാണിച്ചു കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അവ പറഞ്ഞെന്താണെന്നറിയാം, അടിപ്പാവാടയും തപ്പുന്നാ പറഞ്ഞത്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറയാ ഞങ്ങൾ നിങ്ങളുടെ അടിപ്പാവാടയും തപ്പും എന്ന് പറയുന്ന സംസ്കാരശൂന്യനായ ക്രിമിനലായ ഈ പോലീസുകാരനെതിരെയും ഇവിടുത്തെ വടകരയിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന SIക്കെതിരെയും ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. UDF-കാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം.
പോലീസും CPM-ഉം ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്ത് നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ബോംബ് കൃഷി നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിൽ ഭയപ്പെടുന്നുണ്ട്. CPM ഇതുപോലെ പല ആസൂത്രണങ്ങളും നടത്തുന്നു, ശരിയായിരുന്നില്ലേ? തോടന്നൂരിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായില്ലേ? അതിനുശേഷം ഞങ്ങൾ പീസ് വാക്ക് നടത്തി. പീസ് വാക്ക് നടത്തിയപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കുറ്റ്യാടി LDF-ന്റെ സ്ഥാനാർത്ഥി പീസ് വാക്കിനൊരു പ്രസക്തിയുമില്ല, പ്രാധാന്യമില്ല, ആവശ്യമില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ അതിനുശേഷം നടുപ്പോയിൽ എന്തൊക്കെ നടന്നു? ബൂത്ത് കയ്യേറുന്ന സംഭവം വരെ ഉണ്ടായി. എന്ത് ഈ ഇപ്പോഴും MLA ആണല്ലോ, 4-ാം തീയതി വരെ MLA. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ? ഇപ്പോ മിനിയാന്ന് ഈ അടിച്ച് ഇങ്ങനെ കാല് പൊട്ടിക്കുകയും കൈ പൊട്ടിക്കുകയും വീട്ടിൽ കയറി പോലീസ് ഇത്രയും വലിയ ഭീകരമായ അതിക്രമം കാണിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അഭിപ്രായമൊന്നുമില്ലേ? എന്താ MLA അല്ലേ? 4-ാം തീയതി വരെ അദ്ദേഹം ഇവിടുത്തെ MLA അല്ലേ? അദ്ദേഹം ഇതിന് പറയണ്ടേ? ഇതിന് മറുപടി പറയണ്ടേ? അപ്പൊ നിരന്തരമായി ഒരു നാട്ടിനെ കലാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഇത് തോൽവി ഭയന്നാണ്. തോൽവി ഭയന്നപ്പോൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ എന്തൊക്കെയാ വഴി? അത് പോലീസുമായി ഒത്താശയാണ്. പോലീസിന്റെ ഒത്താശയാണ് ഇതിൽ പൂർണ്ണമായും നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ഞങ്ങൾ UDF ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടും. അതിലൊരു സംശയമൊന്നും വേണ്ട. പോലീസിന് അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട. ഞങ്ങളെ പേടിപ്പിച്ചാൽ അന്യായമായി ഞങ്ങളെ ഭയപ്പെടുത്തുക. പ്രതികളെ പിടിക്കുന്ന ആരാണോ കുറ്റം ചെയ്തത്? UDF-ന്റെ ഭാഗത്ത് നിന്ന് എന്താണോ കുറ്റം ചെയ്തിട്ടുള്ളത് ആ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ട എന്ന് ഞങ്ങൾ പറയൂല. പക്ഷെ നിരപരാധികളുടെ വീട്ടിൽ കയറുക, CPM-ന്റെ ആഫീസിൽ നിന്ന് കൊടുക്കുന്ന പ്രതിപട്ടിക അനുസരിച്ച് ആളുകളെ കൈകാര്യം ചെയ്യാം എന്നാ ധരിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ വിടില്ല, ഒരു സംശയവും വേണ്ട. അപ്പൊ പോലീസ് ഇനിയും ഇങ്ങനെ പോയി ഇപ്പോഴും അവിടെ ഇത് നടക്കുകയാണ്, റൈഡ് നടക്കുക. അതേ അവസരത്തിലോ ഈ റോബറി സ്വർണം കൊള്ളയടിച്ച കക്ഷി കൈക്കും കാലിനും വെട്ടിപ്പരിക്കേൽപ്പിച്ച ഈ കക്ഷികളെ പോലീസ് അവരെ വീട്ടിൽ പോകുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ പോലീസ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ ഇതിനെതിരെയുള്ള വികാരം അത് ഞങ്ങളിപ്പോ ഇവിടെ SP-യോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിനെതിരെ ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണം. അടിപ്പാവാട തപ്പുമെന്ന് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറഞ്ഞ മൃഗതുല്യനായ അത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.